നമസ്കാരം. കഴിഞ്ഞ ദിവസം മെട്രോ ട്രെയിനിൽ നിതീഷ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ഒരു ഗാനം ആലപിക്കുകയും അപ്പോൾ ഇത് ഗാനം ആലപിച്ചത് ശരിയാണോ തെറ്റാണോ, അതായത് ഒരു പൊതുസ്ഥലത്ത് ഇങ്ങനെ ഇരുന്ന് ഗാനം ആലപിക്കുന്നത് ശരിയോ തെറ്റോ എന്ന രീതിയിലൊരു വലിയ ചർച്ച അതിനെ ചൊല്ലി സോഷ്യൽ മീഡിയയും ഉണ്ടാവുകയും ചെയ്തു. നമ്മളെല്ലാം സംഗീതം ആസ്വദിക്കുന്നവരാണ്. പക്ഷെങ്കിൽ എന്നാലും പൊതുസ്ഥലത്ത് ഇത് എത്രത്തോളം നമ്മൾ ചെയ്യാം എന്നുള്ളതാണ് ഇവിടുത്തെ വിഷയം. നമ്മൾ ഒന്ന് ഒബ്സർവ് ചെയ്താൽ മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്, നമ്മളുടെ ഏഷ്യൻ നഗരങ്ങൾ പൊതുവെ ശബ്ദമുഖരിതവും യൂറോപ്പിലെയും അമേരിക്കയിലെ നഗരങ്ങൾ എത്ര ക്രൗഡഡ് ആണെങ്കിലും വളരെ നിശബ്ദവുമായിരിക്കും. ഇന്ന് കുടിയേറ്റക്കാരെ കൊണ്ട് യൂറോപ്പിലുള്ളവരും അമേരിക്കയിലുള്ളവരും നേരിടുന്ന ഒരു വലിയ പ്രശ്നം തന്നെ അവരുടെ അന്തരീക്ഷം ശബ്ദമുഖരിതമാവുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാര്യമുള്ളപ്പോൾ പൊതുസ്ഥലങ്ങളിൽ ഇത്തരം പാട്ടുകൾ പാടുകയോ ഇതുപോലുള്ള ശബ്ദമുഖരിതമായ അല്ലെങ്കിൽ ശബ്ദമുണ്ടാക്കുന്ന കലാപരിപാടികൾ ചെയ്യുന്നത് എത്രത്തോളം ഉചിതമാണ് എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. 1990കളിൽ ഞാൻ ബോംബെ നഗരത്തിൽ ജോലി ചെയ്ത ഒരാളാണ്, ഇപ്പോഴത്തെ മുംബൈ നഗരം. അന്ന് ഞാൻ സ്ഥിരമായി ലോക്കൽ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ആളായിരുന്നു. അന്ന് ട്രെയിനുകളിൽ യാത്ര ചെയ്യുമ്പോൾ എന്നെ പോലെയുള്ള യാത്രക്കാരെ ഏറ്റവും ബുദ്ധിമുട്ടിച്ചിട്ടുള്ള ഒരു കാര്യമാണ് അതിലെ സംഘഗായകർ. ഈ സംഘഗായകർ വട്ടം കൂടി, ഇതൊരു പ്രത്യേക വിഭാഗമാണ്. അവർ ഒരു കമ്പാർട്ട്മെൻറ്റ് കൈയടക്കുകയും അവിടെ ഇരുന്ന് ഗാനങ്ങൾ ആലപിക്കുകയും അവരുടെ ശ്രോതാക്കൾ അവിടെ വളഞ്ഞ് ആ കമ്പാർട്ട്മെൻറ്റിനെ ബ്ലോക്ക് ചെയ്ത് നിൽക്കുകയും ചെയ്യും. അപ്പം മറ്റ് യാത്രക്കാർക്ക് ട്രെയിനിനുള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യാനും ഈ ശബ്ദവും കൊണ്ട് ആകെ 1-2 മണിക്കൂർ എത്ര ദൂരം യാത്ര ചെയ്യുന്നോ അത്രയും ദൂരം ഇത് നമ്മളെ അലോരസപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഇതുപോലെ തന്നെ ചീട്ടുകളിക്കാരുടെ ഒരു ശല്യവും അന്നത്തെ 90കളിലെ ട്രെയിനുകളിൽ സാധാരണയായിരുന്നു. എന്നാൽ 2000ൻ്റെ ആദ്യ ഭാഗത്ത് സർക്കാർ നേരിട്ടിടപെട്ട് ഇത് കർശനമായി നിരോധിച്ചു. ട്രെയിനുകളിൽ ഗായക സംഘങ്ങൾ പാട്ട് പാടാനോ ചീട്ട് കളിക്കാനോ പാടില്ല എന്നുള്ളത് അവർ പൂർണ്ണമായും നിർത്തി എന്ന് തന്നെ പറയും. പക്ഷേ പിന്നീട് 2015 ശേഷം ഞാൻ വീണ്ടും യാത്ര ചെയ്യുമ്പോൾ കണ്ടത് മുൻകാലത്തെ അപേക്ഷിച്ച് കൂടുതലായിട്ട് ഇപ്പോൾ ട്രെയിനുകളിൽ അതൊരു പ്രത്യേക വിഭാഗം കൈയടക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അതിനെ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ ഈ സംഘം ഒരുമിച്ച് നമ്മളെ ആക്രമിക്കുന്ന ഒരു രീതിയിലേക്കാണ് പോകുന്നത്. ഒരു ഗുണ്ടായിസം പോലെ ആയിക്കഴിഞ്ഞത്. അതുകൊണ്ടാണ് പൊതുസ്ഥലങ്ങളിൽ ഇത്തരം പരിപാടികൾ ചെയ്യുന്നത് പാടില്ല എന്ന് പറയുന്നത്. അതിനെ നമ്മൾ എൻകറേജ് ചെയ്യാൻ പാടില്ല. നിതിൻ ഇന്ന് ഒരാളായിട്ടായിരിക്കും ട്രെയിനിൽ നിന്ന് പാടുന്നത്, നമ്മളത് ആസ്വദിക്കും. നാളെ ഇത് 2 പേരാവും, ഇതൊരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളാവും, അതായത് ഒരു സംഘമാകും. അവരതൊരു അവകാശമാക്കിയെടുക്കും. ഇങ്ങനെ ഒരു രീതി നമ്മുടെ നാടിനുള്ളത് കൊണ്ട് പൊതുസ്ഥലങ്ങളിൽ പാട്ടുപാടി എൻ്റർടൈൻ ചെയ്യുന്ന ഒരു പരിപാടി നിർത്തുന്നതാണ് നല്ലത് എന്നാണ് എൻ്റെ അഭിപ്രായം. കേരളത്തിൽ പൊതുവേ നമ്മൾ ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴാണ്, ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോഴാണ് വളരെ നിശബ്ദമാണ്. ആ നിശബ്ദതയ്ക്ക് നമുക്ക് ഒരു പ്രത്യേക സൗന്ദര്യമുണ്ട്. ഓക്കെ, നിങ്ങൾ പാട്ട് കേൾക്കാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം മൊബൈലുണ്ട്, ഇയർബഡ്സ് ഉണ്ട്, ഹിയറിംഗ് എയ്ഡ്സ് ഉണ്ട്. അതുപയോഗിച്ച് നിങ്ങൾ പാട്ട് കേൾക്കുന്നതാണ് നല്ലത്. കഴിവതും നമ്മുടെ നഗരങ്ങളും പൊതുസ്ഥലങ്ങളും ട്രെയിനുകളും നിശബ്ദമായി സൂക്ഷിക്കുന്നത് തന്നെയാണ് നല്ലത് എന്ന് ഞാൻ പറയും. നിതീഷ് എന്ന കലാകാരനെ ഞാൻ കാണാതെ പോകുന്നില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ കലയെ അദ്ദേഹം പ്രദർശിപ്പിക്കേണ്ടത് പൊതുസ്ഥലങ്ങളിലല്ല. അത് ആസ്വദിക്കുന്ന ജനങ്ങൾ മാത്രമുള്ള ഒരു വേദിയിലാകാം, ഒരു സ്ഥലത്താകാം. പക്ഷേ എല്ലാ തരത്തിലുള്ള ആൾക്കാർ യാത്ര ചെയ്യുന്ന ട്രെയിനുകളിലും ബസ്സുകളിലും ഉടനീളം ഇങ്ങനെ സംഗീതം ആസ്വദിക്കുന്നത് ഒരുപക്ഷെ നിശബ്ദതയെ ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് ഒരു ശല്യം തന്നെയാവും. ഒരു പൊതുസ്ഥലത്ത് വരുമ്പോൾ നമ്മളെല്ലാവരെയും പരിഗണിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് പൊതുസ്ഥലങ്ങളിൽ ഇത്തരം പരിപാടികൾ നിർത്തിവെക്കണം എന്നതാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ പറയൂ, നമുക്ക് ഷെയർ ചെയ്യാമല്ലോ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളുടെ കമൻറ്റായി ഈ പോസ്റ്റിനടിയിൽ ഇടുക. നന്ദി, നമസ്കാരം.